ബലത്തിലും ശക്തിപ്പെടാനാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിലും കർത്താവിന്റെ വലിയ പ്രവൃത്തികളിലും നമുക്കിന്ന് ശക്തിപ്പെടാം. ഇന്നത്തെ ദിവസം കർത്താവിനാലുള്ള ദിവസമാണ്. നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളാക്കി ദൈവം നമ്മളെ തീർക്കും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. എല്ലാവരും ഒരുമിച്ച് എല്ലാ ദിവസത്തെ പോലെ നമ്മൾ കർത്താവിന്റെ തിരുസന്നിധി കൂടുമ്പോൾ, ഞാൻ പലപ്പോഴും വിശ്വാസ പ്രഖ്യാപനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, തിരിച്ചറിവോടെ നമ്മളിത് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മളെ സകലതും ഇന്ന് സാക്ഷ്യമാക്കി അനുഗ്രഹമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ ആ ഒരു ഉറപ്പിലേക്കാണ് നാം കയറി വരുന്നത്. നമുക്കിന്നും പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച് വന്നിട്ടുണ്ടായിരുന്ന വചനഭാഗങ്ങൾ അല്ലെങ്കിൽ വചന ചിന്ത, വചനം നിങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്ത് കാര്യത്തെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മളെ സഹായിക്കും. ആമേൻ. സ്തുതിഗീതങ്ങൾ, ആമേൻ. സ്തുതിഗീതങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളത് ഇന്നലെ കേട്ടു. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ വലിയ കാര്യങ്ങളുണ്ട്, വലിയ മർമ്മങ്ങളുണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞോണം. അത് ചെറിയ കാര്യമല്ല. സ്തുതിഗീതങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തികളെ കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി തീർക്കുവാനും ഒക്കെയും കഴിയും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ സ്തുതിഗീതങ്ങളെ നിങ്ങൾ പറയുക. കർത്താവ് നമ്മളെ സൂക്ഷിക്കും. സൗണ്ട് എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓഡിയോ ക്ലിയർ അല്ലാത്തവര്, വോളിയം കുറവുള്ളവർ, നിങ്ങൾ ഒന്നും കൂടെ പ്രാർത്ഥനയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ഓഡിയോ ക്ലിയർ ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും കർത്താവ് നമ്മളെ തന്റെ തിരുസന്നിധിയിൽ സൂക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുന്നു. നിങ്ങൾ സൗണ്ട് ക്ലിയർ അല്ലാത്തവർ വേഗച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ബൈബിൾ എന്ന് പറയുന്നത്, തിരുവചനം എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലുമൊക്കെ വളരെ വളരെ ഉയരത്തിലാണ് വചനം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ഈ ബൈബിൾ വായിച്ചാൽ നിങ്ങൾ ലഭിച്ച അറിവ്, മാനുഷിക ജ്ഞാനം, ഇതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തികളെ അനുഭവിക്കാൻ കഴിയത്തില്ല. വചനമൊക്കെ കാണാപ്പാടം പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴും വചനം വായിക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ ഉണ്ടാകും. പക്ഷെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ സൂം പ്രയറിൽ പങ്കുചേരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് കൂട്ടായ്മ ആചരിക്കുന്ന നിങ്ങളുടെ സ്ഥിതികൾ മാറിയിരിക്കും. ഞാൻ വീണ്ടും പറയും, നിങ്ങളൊരു പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ട്, അങ്ങനെ എനിക്കറിയാം ചിലത് അങ്ങനെയുണ്ട്, പ്രയർ റിക്വസ്റ്റ് എല്ലായിടത്തും അയക്കും. നിങ്ങൾ ജോലിയിലും മറ്റുമൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടും. പക്ഷെ നിങ്ങൾ ഈ കൂട്ടായ്മ ഒന്ന് ആചരിച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കേൾക്കുന്ന വചനങ്ങൾ, വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ശക്തിയുള്ളതാണ്. നിങ്ങളുടെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യുവാൻ ശക്തിയുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കർത്താവ് പറയുകയാണ് 15-ാം വാക്യത്തിൽ, പിന്നെ കർത്താവ് അവരോട്, നിങ്ങൾ ഭൂലോകത്തിന്റെ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അല്ലെ, നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിൽ പറയുന്ന വാക്യമാണ്. ഭൂലോകത്തിന്റെ അടുത്ത് പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യും. അല്ലെ, ഇവിടെ പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഈ വചനം പോലെ ശ്രദ്ധിച്ചോണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, പുതുഭാഷയിൽ സംസാരിക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒറ്റ വാക്കിലെ പറയാവുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ പറയുന്ന കാര്യം നമ്മളിവിടെ ദൈവത്തിന്റെ നാമത്തിൽ വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ ലഭിച്ചു. എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരവാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ ഞാൻ ഒറ്റ വാക്ക് വെക്കുന്നതിനായിരുന്നു. നമ്മൾ ഒത്തിരി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ കഴിയത്തില്ല. ഒറ്റ വാക്കിലേക്ക് വരാൻ പെട്ടെന്ന് നമുക്ക് ആ ഒരു ചോദ്യവും ഉത്തരവും പറയാൻ പറ്റും. ചോദ്യവും മനസ്സിലാവും. തിരിച്ച് സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് മുഴുവൻ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് പറയുകയാണ്. ഇനി ആരാണോ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് അവരെ സ്നാനപ്പെടുത്തണം. സ്നാനമേൽക്കുന്നതോട് പറയണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പറയുകയാണ്, ഇങ്ങനെ വിശ്വസിച്ചവരാൽ, നിൽക്കണം, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇനി പറയുകയാണ്, വിശ്വസിക്കുന്നവരാൽ. ഇനി അപ്പൊ ആരാണ് ഇവര് വിശ്വസിച്ചിരിക്കുന്നത്? അപ്പൊ ഇനി ഞാൻ വീണ്ടും ചോദ്യം ചോദിക്കാൻ പോവാണ്, എന്താണ് അവര് വിശ്വസിച്ചത്? എന്താ അവര് വിശ്വസിച്ചത്? സുവിശേഷം. ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അതാണ് പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടെ പറഞ്ഞതാണ് സുവിശേഷത്തിൽ ലോകത്തിനറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിച്ചിട്ട് പറയാണ്, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനമേൽക്കണം, അവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ ഉണ്ടോ? വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇനി പറയാണ്, വിശ്വസിച്ചവരാൽ. ഏതിൽ വിശ്വസിച്ചവര്? സുവിശേഷത്തിൽ വിശ്വസിച്ചവരാൽ അടയാളങ്ങൾ നടക്കും. അവരെ പറ്റി പറയാണ്, അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ നടക്കും. ഒന്നാമത് പറയുന്നു, അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? സുവിശേഷത്തിൽ വിശ്വസിച്ചവരെ പറ്റി പറയണം, അവർക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. അതായത് സകല ലോകത്തിന്റെ എത്ര തരത്തിൽ പിശാചുക്കളുണ്ടോ, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആകുന്നു സുവിശേഷം. അതായത് യേശു എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും എന്റെ പാപമോചനത്തിനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്നും യേശുവിനെ റോമർ 10:9 പറഞ്ഞ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടും. ഇപ്പൊ മനസ്സിലായോ? ഇങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് പുറമേ ഒരു മാറ്റവും കാണുന്നില്ല. നിങ്ങൾ രാവിലെ നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് സ്നാനക്കുളത്തിൽ പോയി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പൗഡർ ഇട്ട് മുടിയൊക്കെ ചീകി നല്ല വൃത്തിയായി ഇട്ട ഷർട്ടിൽ നിന്ന് മാറ്റി വേറെ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് വേറെ ഒരു ചേഞ്ചും സംഭവിച്ചില്ല. മുഖത്തിനൊരു വ്യത്യാസവും സംഭവിച്ചില്ല. നിങ്ങളുടെ സ്നാനപ്പെട്ടതിന് ശേഷം നമ്മുടെ ഭംഗി കൂടിയിട്ടില്ല. നമ്മൾ നോർമലായിട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അകത്തൊരു വ്യത്യാസം ഉണ്ടായി. നിങ്ങൾ എപ്പോഴാണോ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച നിമിഷം മുതൽ, സ്നാനമേറ്റ നിമിഷം മുതൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഇന്നു മുതൽ അധികാരം ലഭിച്ചവരാണ്. ആ അധികാരമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഇനി ഭൂതങ്ങൾ ഓടിപ്പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിശാചെന്ന് പറഞ്ഞാൽ നിസാരനല്ല. ഞാൻ പിശാചിനെ ഉയർത്തുവല്ല. എന്താണെങ്കിലും മനുഷ്യനേക്കാൾ ശക്തന. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആയതിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച നിങ്ങൾ നിസ്സാരക്കാരല്ല. നമ്മൾ ചിന്തിക്കുന്നത്, ബ്രദറെ എന്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാ ബ്രദറെ, അതങ്ങോട്ട് ശരിയാകുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര നോക്കിയിട്ടും അത് മാറുന്നില്ല. അതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ ഈ അധികാരവും വെച്ചോണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയണം, എന്റെ വീട്ടിലെ വിഷയത്തെ പുറത്താക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. എന്റെ കൂടെ പറഞ്ഞിട്ട്, എന്റെ വീട്ടിലെ വിഷയങ്ങളെ പുറത്താക്കുവാൻ യേശുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരമുണ്ടെന്ന് പറ.
എന്റെ ഇതിലെ വിഷയങ്ങളെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് അധികാരമുണ്ട്. പരിഹാരം പുറത്താക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത പറയുകയാണ്, അവരിലൂടെ അടയാളങ്ങൾ നടക്കും. അടയാളങ്ങൾ നടക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവർ പുതുഭാഷയിൽ സംസാരിക്കും. അന്യഭാഷയിൽ സംസാരം. ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ അന്യഭാഷയെ പറ്റി 1-2 തവണ അതിന്റെ ഒരു ഭാഗമായിട്ട് അന്യഭാഷാ പ്രാർത്ഥനയെ പറ്റിയും കൃപാവരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അന്യഭാഷയെ പറ്റി എന്ന് പറയുന്നില്ല. പക്ഷെ അന്യഭാഷ ഏറ്റവും ശക്തമേറിയ പ്രാർത്ഥനയാണ്. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ സകല കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അറിയാൻ പറ്റും, ആത്മീയമായും ഭൗതികമായും. ആമേൻ. അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. അങ്ങനെ ഭാഷാവരം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത വാക്യത്തിൽ പറഞ്ഞ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇവിടെ സർപ്പം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ മൂർഖം പാമ്പോ അണലിയോ ചേരയെ പറ്റി അല്ല ഈ പറഞ്ഞിരിക്കുന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു പഴയ പാമ്പായ പിശാച് എന്ന് പറയുന്നത്. ഇവിടെ പിശാചിനെയാണ് സർപ്പമെന്ന് ബൈബിളിൽ പലയിടങ്ങളിലും വിശേഷിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ഇവിടെ പറയുന്നു പിശാചിനെ പിടിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങളെപ്പറ്റി ഞാൻ ഈ പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. ആമേൻ. അതിന്റെ അർത്ഥം നിങ്ങളെ തകർക്കാനോ നിങ്ങളെ മുടിപ്പിക്കാനോ ശത്രു ഏതെങ്കിലും പദ്ധതി ഇട്ടാൽ നിങ്ങൾക്ക് അത് ഏക്കത്തില്ല, നിങ്ങൾക്കത് ഫലിക്കത്തില്ല. കാരണം നിങ്ങൾ സുവിശേഷത്താൽ ജനിക്കപ്പെട്ടവരാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ടാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ഇവിടെ മുതലാണ് വായിക്കുന്നത്, വിശ്വസിക്കുന്നവരാൽ അടയാളം നടക്കും. അപ്പൊ നമ്മൾ എന്നാ പറയുന്നറിയാവോ? ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് രോഗികളെ സൗഖ്യമാക്കും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നിലൂടെ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനാൽ ഞാൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അതല്ല ഇവിടെ പറയുന്നത്. സുവിശേഷത്തെ വിശ്വസിച്ച എനിക്ക് ഈ അധികാരങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ മനസ്സിലായി? അപ്പൊ ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ ആദ്യം മുതൽ തുടങ്ങിയത് എവിടെന്നാന്ന് നോക്കണം. ഈ വാക്ക് ആദ്യം കർത്താവ് പറയുന്നത് എവിടെയാന്ന് നോക്കി കഴിഞ്ഞാൽ 16-ാം അധ്യായം മുതലാണ്. പിന്നെ അവനവരോട്, നിങ്ങൾ ഭൂലോകത്തിനോട്ട് ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ വിശ്വസിക്കാന്നൊരു വാക്കില്ല. തൊട്ട് താഴെ പറയുന്നു, സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ നിങ്ങൾക്ക് റോമാലേഖനത്തിലെ മറ്റൊരു വാക്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ഒന്ന് കൂടി വന്നാട്ടെ. റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് അവിടെ വരുന്ന സമയത്ത് രക്ഷാ പദ്ധതിയെ പറ്റി നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ ഒരു വചനവുമായിട്ട് വലിയൊരു ബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇങ്ങ് പോവാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ അകത്ത് ഈ വാക്യം മുതൽ ശ്രദ്ധിച്ചോണം. റോമാലേഖനം 10-ാം അധ്യായം മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമർ 10:10 മുതൽ പറയുകയാണ്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹൃദയം കൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചോട് നിർപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇനി താഴോട്ട് മുഴുവൻ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, എങ്കിലും സുവിശേഷം അനുസരിച്ച് കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നു. ശ്രദ്ധിച്ചോണം, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു. അപ്പൊ കേട്ടത്, സുവിശേഷം നിങ്ങൾ കേട്ടാൽ, സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ബൈബിൾ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സുവിശേഷം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, സുവിശേഷത്തിൽ ഞാൻ വിശ്വസിച്ച് കഴിയുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? അടയാളങ്ങളിലൂടെ അറിയാൻ പറ്റും. ഞാൻ ചിലർ പറയത്തില്ല, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സ്തോത്രം, നല്ലതാണ്. പക്ഷെ അടയാളം വെളിപ്പെടുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ കർത്താവ് നേരിട്ട് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ, ദീസ് സൈൻ വിൽ അക്കംപനി ദോസ് ഹു ബിലീവ് എന്ന് പറഞ്ഞത്, വിശ്വസിക്കുന്നവരിലൂടെ ഈ അടയാളങ്ങൾ വെളിപ്പെടും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ വീട്ടിൽ മൊത്തം വിഷയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ കലഹത്തെ ഉണ്ടാക്കുന്ന സകല പിശാചുക്കളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു എന്ന് പറയണം. മനസ്സിലാകുന്നുണ്ടോ?
അടുത്തത് അന്യഭാഷ വരം ലഭിച്ചിട്ടില്ലെങ്കിൽ അന്യഭാഷ എനിക്ക് വേണമെന്ന് ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. 2, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല. 3, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗികളുടെ മേൽ കൈവെക്കണം. ഇനി നിങ്ങൾ രോഗിയാണോ? നിങ്ങളുടെ മേൽ കൈവെക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേൽ നിന്ന് കൈവെക്കണം. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കണം. എന്നിട്ട് പറയണം, ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതായതുകൊണ്ട് എന്നിലൂടെ ഇതെല്ലാം നടക്കും. സുവിശേഷത്തിൽ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ, ആ ഒറ്റ കാരണത്താൽ എൻ്റെ മേലേക്ക് ഒരു അധികാരം വെളിപ്പെട്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഈ അധികാരത്തെ പറ്റി താഴേക്ക് ഒളിച്ചു പറയുന്നു. താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇനി അവർ ആരാണവർ? കർത്താവിന്റെ ശിഷ്യന്മാർ. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പോയി. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പോയി അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി, അവരിലൂടെ നടന്നു അടയാളങ്ങൾ. ദൈവം എന്ത് ചെയ്തു? ആ വചനത്തെ അങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക മാത്രം പോരാ, കൈയും കൂടെ വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, വചനം പറയുക മാത്രം പോരാ, കൽപ്പിക്കുകയും കൂടെ ചെയ്യണം. ഈ ദിവസങ്ങളിൽ വചനം പറയുക മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്തോണം? അടയാളങ്ങൾ ചെയ്യുന്നവരും കൂടെ ആകണം. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്താണോ നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, ആ തിരുവചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കും. ആമേൻ. എൻ്റെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിലൂടെ ഞാൻ ഒരു അടയാളമായി തീരുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. ഞാൻ വീണ്ടും പറയുന്നു, സുവിശേഷം എന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ളതല്ല. സുവിശേഷം കേൾക്കാനുള്ളതല്ല, സുവിശേഷം വിശ്വസിക്കാനുള്ളതാണ്. നമ്മൾ ഓർത്തേക്കുന്നത് സുവിശേഷ പ്രസംഗം ഞാൻ കേട്ടോണ്ടിരിക്കുക വളരെ അല്ല. സുവിശേഷ പ്രസംഗം വിശ്വസിക്കാനുള്ളതാണ്. ദൈവവചനം കേൾക്കാനുള്ളതല്ല. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവാത്മാവ് സ്പർശിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജീവൻ എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ടെന്ന് പറയാം. ജീവൻ എന്ന അദ്ദേഹത്തിന്റെ പേര്, ആ വ്യക്തിയുടെ പേര് ജീവൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ദൈവാത്മാവിന്റെ ഒരു ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ ഭവനത്തിന്റെ മുമ്പിലായിട്ടൊരു സൈക്കിള് ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. ആ ഒരു ഭിത്തിയോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു സൈക്കിളും കൂടെ ആ ഭവനത്തിന്റെ മുമ്പിൽ ഞാൻ കാണുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ രക്ഷയുടെ സന്തോഷത്തെ ദൈവം അയക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവർത്തികളെ അനുഭവിക്കുക. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ യേശുവിനെ കർത്താവെന്നും രക്ഷിതാവെന്നും വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ചില്ലറക്കാരല്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെയും ബ്രദറെ അതങ്ങനെ ഒന്നുമല്ല പറയാം, ഞാൻ വലിയൊരു പ്രശ്നം വന്നപ്പം എങ്ങോട്ടൊരു പ്രാർത്ഥനയ്ക്ക് പോയി, അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തി അറിയണമെങ്കിൽ നിങ്ങളൊരു നോട്ടീസുമായിട്ട് യേശുവിനെ അറിയാത്ത ഒരു വീട്ടിൽ ചെന്ന് ട്രാക്റ്റ് കൊടുത്തു നോക്കി. അവൻ നിങ്ങളെ എതിർക്കുമ്പോൾ നിങ്ങൾ എന്ത് സിമ്പിളാ ഞാൻ പറഞ്ഞു നിങ്ങളോട്. ഇത് സിമ്പിളായ ഒരു കാര്യമല്ല. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. നീ എങ്ങും പോകണ്ട, വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിച്ചാൽ നീ ബൈബിൾ വായിച്ചാലും കുഴപ്പമില്ല. ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞ അവൻ ചിലപ്പോൾ നിങ്ങളെ ഓടിക്കാൻ വരെ സാധ്യതയുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്ര സിമ്പിളായിട്ടാണ് വിശ്വസിക്കുന്നത് യേശുവിനെ കർത്താവ്. പക്ഷെ അവൻ എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? അവന് കിട്ടാത്ത കൃപ നിനക്ക് കിട്ടിയത് കൊണ്ടാ. അങ്ങനെ കൃപ ലഭിച്ച നിങ്ങൾ ചില്ലറക്കാരല്ല കേട്ടോ. പിശാചുക്കളെ പിടിച്ചെറിയുവാൻ അധികാരമുണ്ട്. പേടിയാന്ന് പറഞ്ഞിരിക്കാതെ, ഭയവാന്ന് പറഞ്ഞിരിക്കാതെ പറ, യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഞാൻ സമാധാനത്തോടെ ഉറങ്ങും, സ്വസ്ഥതയോടെ ജീവിക്കും, ഞാൻ നന്മ കാണും, ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹത്തിന്റെ സാക്ഷിയായി തീരും. കാരണം ഞാൻ ഭാഗ്യവാനാണ്, കൃപ ലഭിച്ചവനാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ, ദൈവാത്മാവിന്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ ഇന്ന് ചുരിയുന്നല്ലോ അപ്പാ. ഞാനൊരു റീത്തയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. റീത്ത എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി. റീത്തയുടെ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, വീടിന്റെ മുമ്പിലായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്.
കർത്താവിന്റെ മുഖഛായയുള്ളൊരു ഫോട്ടോ വെച്ചേക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിന്റെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ ഡോറിന്റെ തൊട്ട് തലപ്പൊക്കത്തായിട്ടാണ് ഈ ചിത്രം ഇരിക്കുന്നത്. ആ മുറിയിലോ ഇത് കടന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ രണ്ട് വഴിയായിട്ട് തിരിയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു രണ്ട് പോർഷൻ കാണുന്നുണ്ട്. ആ ഒരു ഭവനത്തിലേക്ക് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കാണുന്ന കാഴ്ച, ആ വലതുവശത്തായിട്ട് ലെഫ്റ്റ് സൈഡ് വലതുവശത്തായിട്ട് തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കട്ടിൽ കിടപ്പുണ്ട്. പഴയ ടൈപ്പ് ഞാൻ കാണുന്നത്, പഴയ ടൈപ്പ് ഒരിത്തിരി പഴകിയ ഒരു പായ അതിൽ കിടപ്പുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ മേലേക്ക് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കുക. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ സോമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച കാണുക. സോമനോട് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ സോമനുമായി ബന്ധപ്പെട്ട് ആ ഒരു മകള് ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഈ നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ അപ്പ. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് സ്പർശിക്കുന്ന അങ്ങയുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോട്ടെ, എല്ലാ പ്രതിസന്ധികളും നീങ്ങിപ്പോട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഞങ്ങളിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അവരെ സൗഖ്യമാക്കിയതിനും തൊട്ടതിനും നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അടയാളങ്ങൾ കാണുന്നവരായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുക. ഞാൻ ഈ പറഞ്ഞ പേര് വെളിപ്പെട്ടപ്പോൾ തന്നെ കർത്താവിനോട് പറയുന്നു, ആ ഭവനത്തിൻ്റെ അകത്ത് ഒരു ബ്ലൂ കളറിലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കസേര ഹോളിൽ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അതിനോട് ചേർന്ന് തന്നെ ഒരു പഴകിയ, അതായത് പെയിന്റ് മങ്ങിപ്പോയ ഒരു ഭിത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ബ്ലൂ കളറിലെ ഒരു ചെയർ അവിടെ കിടപ്പുണ്ട്. ആ വ്യക്തി പലപ്പോഴും ആ ഒരു ചെയറിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവെ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ഇന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥകളെ ചേഞ്ച് ചെയ്യുവാൻ, നിങ്ങളുടെ ഭാവിയുടെ വാതിലുകളെ തുറക്കുവാൻ, നിങ്ങളുടെ എല്ലാ ഞെരുക്കങ്ങളെയും മാറ്റുവാൻ, നിങ്ങളുടെ സകല ബ്ലോക്കുകളെ നീക്കി കർത്താവിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി, നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായൊരു ജീവിതമുണ്ട്. ഒരു ലൈഫ് സ്റ്റൈൽ യേശുവിലുണ്ട്. ചിന്തിക്കുന്നതിലും അപ്പുറം. ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ഇസ്രായേലിനെ നോക്ക്. അവിടുത്തെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും അല്ല നോക്കേണ്ടത്. നിങ്ങൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുക. ഇസ്രായേൽ മിടുക്കന്മാരായിട്ടല്ല, അവരുടെ മിടുക്കല്ല ഞാൻ പറയുന്നത്. അവര് ദൈവത്തെ വിശ്വസിച്ചു. നമുക്കറിയാം, ഒത്തിരി ആശയപരമായിട്ട് ഒത്തിരി വ്യത്യാസങ്ങളും അവരുടെ രീതികളൊക്കെ നമുക്ക് പലതും അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അവരൊറ്റ അടിസ്ഥാനത്തിന്റെ മേലാണ് അവർ വളർന്നു വന്നിരിക്കുന്നത്. അതിന്റെ കാരണം അവർ ദൈവവുമായിട്ടും കർത്താവിന്റെ വചനവുമായിട്ടും ഒരു ലിങ്ക് ഉണ്ടായി. അവർക്ക് മനസ്സിലായി, ഇതൊരു പിടിവള്ളിയാ, ഇതേ പിടിച്ചാൽ സകലത്തിന്റെ മീതെയും വാഴാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കൈവച്ച് ഈ നിമിഷം ഇപ്പോൾ സൗഖ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറുക, രോഗശക്തികൾ വിട്ടുമാറുക. ലൈവിൽ കാണുന്നവരൊക്കെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പിതാവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി ഇന്ന് ചൊരിയുന്നു, വലിയ കൃപയ്ക്കായി ചൊരിയുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവിക ആലോചനയോ സാക്ഷ്യങ്ങളോ പറയുവാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ചുരുക്കം വാക്കുകളിൽ പറയുവാൻ ശ്രമിക്കണം. എന്നല്ല, പറയണം. സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ പറയാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ നിമിഷം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദർ, പറഞ്ഞു ഹലോ ബ്രദർ, പറഞ്ഞു സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. ഹലോ. എന്തെങ്കിലും സംഭവിക്കണോ പറഞ്ഞാൽ അറിഞ്ഞു പോകണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു പറഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും പോലീസിൽ പോകേണ്ടി വരും. അതൊന്നെല്ലാം ദൈവം പിടിവിച്ചു. അതിന് ഒരുപാട് നന്ദി ഞാൻ പറയണം ദൈവത്തോട്, ബ്രദറിനോടും
ബ്രദർ അയച്ചു തന്ന വചനത്തിനോട് ഞാൻ നന്ദി പറയണം. ദൈവത്തോട് ഞാൻ നന്ദി പറയണം. ആമേൻ, ആമേൻ. ആമേൻ. തീർച്ചയായിട്ടും ബ്രേക്സ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു അനർത്ഥം വിട്ടൊഴിഞ്ഞതിന് നന്ദി പറയുന്നു. ആപത്ത് മാറിപ്പോയി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. താങ്ക് യു, താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ പറയാൻ? ബ്രദറെ ഞാൻ പറഞ്ഞു. ബ്രദറെ ദൈവത്തിന് മഹത്വമാകട്ടെ. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്കുകയാണ്. നടുവിന് വേദനയായിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറയുന്നില്ല. ഒരുപാട് 1.5 മാസമായി, കുറയുന്നില്ല. എപ്പോഴും നമുക്ക് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ പ്രിയാസ്മ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു. ഈ നിമിഷം മുതൽ ആ സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ പറഞ്ഞ നേരത്തെ പറഞ്ഞു. സോമൻ നേരത്തെ പാസ്റ്റർ പറഞ്ഞില്ലേ, അതെന്റെ സഹോദരനാണ്. അവർക്ക് മോളുണ്ട്. പക്ഷെ അവന് ഈ ഡിപ്രഷന്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. BP ഷുഗർ എല്ലാം ഉണ്ട്. പിന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോയി വല്ലാത്ത വിഷമത്തിലൊക്കെയാണ്. അപ്പൊ അവന് ആണ് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ സഹോദരിയാണ്. തീർച്ചയായിട്ടും സ്ട്രേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ ആ മകനെ ബലപ്പെടുത്തിക്കണം. നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ നാമത്തിൽ ദൈവം ആ മകനെ ഒരു അനുഗ്രഹമാക്കി മാറ്റും കേട്ടോ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം വെളിപ്പെടുത്തിയാണ്. ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോ കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്റെ സഹോദരന്റെ പേര് സോമരാജൻ എന്നാ. സോമൻ പറഞ്ഞു. സോമൻ എന്നുള്ള പേരാ. ഓക്കെ, പറഞ്ഞോട്ടെ. പറഞ്ഞു. എന്റെ മകൻ UK-യിലുണ്ട്. അവന് ORE എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് അവന്റെ ബർത്ത്ഡേയും കൂടെയാണ്. പിന്നെ ഞാൻ അവന്റെ അമ്മയായി ഞാൻ പാർക്കിൻസൺസിന്റെ രോഗത്താൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതിനും കൂടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തെ കൽപ്പിച്ചാക്കുന്നു. ശരീരത്തിന്റെ മേൽ സൗഖ്യം നടക്കട്ടെ. ആ മകന്റെ വിഷയത്തെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായി തന്നെ ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. എന്റെ പപ്പയുടെ ചെറിയച്ഛന്റെ ഒക്കെ ഒരു അസുഖങ്ങളും ദേഷ്യമൊക്കെയാ. ഒന്ന് മാറ്റാവോ? നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി തന്നെ കുടുംബത്തിന്റെ മേൽ സമാധാനത്തെ കൊണ്ടുവരുന്ന നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. സഹോദരൻ മകനാ. പറഞ്ഞു. എനിക്ക് പല്ലുവേദനയാണ്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് അത്ഭുതകരമായി തന്നെ വേദനകളെ സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ആ സമയത്ത് ആ വചനത്തിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ വചനത്തിനൊരു ശക്തിയുണ്ട്. ആ ശക്തിക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് വേണം വചനവും പ്രാർത്ഥന കേൾക്കാൻ. അപ്പോൾ രണ്ടാമത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആദ്യം കേട്ട വചനത്തിൻ്റെ അകത്തുള്ള ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കാരണം നമ്മൾ ആ വചനമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. നിങ്ങൾ ഈ വചനം നമ്മൾ കേട്ട വചനം ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ മർക്കോസ് ലീഗയുടെ സുവിശേഷത്തിൽ പറഞ്ഞവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മൾ അവസാനം റൗണ്ടായി നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ അകത്തുള്ള ദൈവപ്രവൃത്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമാണ്.
ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയം തികയത്തില്ല. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പിലേക്ക് അയക്കുക, അതാണ് ഏറ്റവും നല്ലത്. ലേറ്റ് ആയാലും നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം, ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ ഞാൻ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഉം. ഞാൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന രോഗം ബാധിച്ച ആ സഹോദരിയാണ്. ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് ശരീരം മൊത്തം വേദനയാണ്, മസിൽസ് വെയിനൊക്കെ വേദനയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു, ചുമയുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, കർത്താവ് തൊട്ടതിന് നന്ദി, അങ്ങയുടെ അത്ഭുത സാക്ഷി എന്ന് പറയുവാൻ ആ പ്രിയ മകളെ ശക്തീകരിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ പറഞ്ഞു 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 പറഞ്ഞു. പിന്നെ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞല്ലോ, റീത്താന്റെ ഭവനത്തിനെ കാണിക്കുന്നു. റീത്ത പറഞ്ഞ ഒരു ഉത്സവത്തിന്റെ പേരുള്ള ഭവനത്തിനെ കാണിക്കുന്നു. ആ ഭവനത്തിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് യഹോവ ഈ ഭവനത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളൊരു ഇത് ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടില്, മുൻവശത്ത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ അതിന്റെ റൈറ്റ് സൈഡായിട്ട് ഒരു റൂം ഉണ്ട്. അതിൽ വലിയ ഒരു കട്ടിലുണ്ട്, പഴയ മോഡലിലുള്ള മരത്തിന്റെ കട്ടിലുണ്ട്. അപ്പൊ ഫാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ ഞാൻ ആ ഭവനത്തെ ഓർത്ത് സ്വീകരിക്കാം. എന്റെ അമ്മന്റെ വീടാണ്, മരുമോളുടെ പേരാണ് റീത്ത. അപ്പൊ ഞാൻ ഏറ്റെടുക്കുന്ന പ്രാർത്ഥന. തീർച്ചയായിട്ടും ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ രക്ഷയുടെ പ്രവൃത്തിയെ ചെയ്യും കേട്ടോ. ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം, കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കും. ആമേൻ. ബ്രദറെ, എന്തോ പറഞ്ഞു? ബ്രദറെ, ഇന്നലെ എന്റെ ഹസ്ബൻഡിന് ഒരു 11:30 രാത്രി 11:30 ആയപ്പോഴത്തേന് ഭയങ്കര വയറ്റ് വേദനയും നടുവിന് വേദനയുമായിട്ട് കാലിന് വേദനയായിട്ട് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു. അപ്പോൾ ഞങ്ങള് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നത് കൈവച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഉടൻ തന്നെ ആ വേദന മാറി. പിന്നെ ഇതുവരെയും വേദനയില്ല, പൂർണ്ണ സൗഖ്യം കിട്ടി. ആമേൻ. തീർച്ചയായും സ്തോത്രം. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി നന്ദി പറയുന്നു, അങ്ങ് തൊട്ടതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്രദറെ ഞാൻ പറയട്ടെ? പറഞ്ഞു. അതെ, ഞാൻ ഇന്ന് ബ്രദറോട് സംസാരിച്ചത് എനിക്ക് കൂടുതൽ ബലം നൽകി. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രാക്ട് കൊടുക്കാനും അതുപോലെ വചനം പറയാനൊക്കെ പോകുമ്പോ എനിക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ട്. എന്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ട്. മതം മാറ്റാൻ പോകുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ബ്രദറോട് പറഞ്ഞപ്പോ എനിക്ക് കൃപ ലഭിച്ചെന്ന് പറയുമ്പോൾ എനിക്കത് കൂടുതൽ സന്തോഷമായി. അപ്പൊ എനിക്കത് എങ്ങനെ അത് മറികടക്കണം എന്നുള്ളത് എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് തന്നെ അത് അങ്ങനെ പറയും, നീ പോണെങ്കിൽ പൊക്കോ, മറ്റുള്ളവരെന്തിനെ വിളിക്കണെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കില്ല. അത് ബ്രദറും പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ മുന്നോട്ട് അന്യഭാഷയിലും വചനത്തിലും പ്രാർത്ഥിക്കുക, ഏറ്റുപറയുക. കർത്താവ് അതിനുള്ള ബലവും ധൈര്യവും തരും കേട്ടോ. കർത്താവ് ശക്തീകരിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ക്ഷമിക്കണം, ഇതൊരു എന്റെ അത്യാവശ്യ വിഷയം ആയതുകൊണ്ടാണ്. എന്റെ മോൻ ദുബായില് കമ്പനിയില് അവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വന്നോണ്ട് കമ്പനിക്ക് ഇന്ന് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നീ ജോലി നഷ്ടപ്പെടും, അവര് ജയിലിലാക്കുമോ എന്നുള്ള വിഷയമായിട്ട് ഇന്നത്തെ ദിവസം ഇരിക്കുകയാണ്. അത് ദൈവാത്ഭുതം പ്രവർത്തിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. മോൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന കണക്ക് ഇരിക്കുകയാണ്. ഒരു മോനേ ഉള്ളു എനിക്ക്. തീർച്ചയായിട്ടും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ രാജ്യത്ത് മകന് വേണ്ടി കർത്താവെ പ്രവർത്തിപ്പാൻ യേശുവെ അങ്ങ് ശക്തനാണല്ലോ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങയുടെ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ഇന്ന് ഈ നിമിഷം തന്നെ അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യമായിട്ട് സിസ്റ്ററെ, കർത്താവ് അവിടെ പ്രവർത്തിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത്യാവശ്യം പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോൻ വിദേശത്താണ്. ഒരു 5 വർഷമായിട്ട് അവൻ പഠിച്ച് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. ചെറിയൊരു പാർട്ട് ടൈം ജോലി ചെയ്തിട്ട്
ജീവിക്കാണ്. ഇപ്പൊ അവന് ലോൺ അടച്ചിട്ട് തീർന്നിട്ടില്ല. വീട്ടിലും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഒന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അത് ഞാൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ എവിടേക്കെങ്കിലും പോകും എന്നൊക്കെ അവൻ പറയുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തിലായിരിക്കുകയാണ്. അവന്റെ പേര് നവീൻ രാജ്. കർത്താവെ, ഞങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മകന്റെ ഭാവിയിൽ അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ, നന്മയുണ്ടാകട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വഴി തുറന്നതിന് നന്ദി. കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ മോനെ ഞങ്ങളെ ഒന്ന് വിളിക്കാൻ അവൻ വിളിക്കുന്നില്ല. 5 വർഷങ്ങളായി. ഇടയ്ക്ക് 5, 6, 7, 8 മാസം കൂടുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. ഇപ്പം ഒത്തിരി നാളായി ഒരു ഫോൺ വന്നിട്ട്. എന്നെ ഫോൺ ഒന്ന് വിളിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫോണിൽ കൂടെ ഒന്ന് വിളിക്കാൻ, സംസാരിക്കാനും അവനെ എന്നെ ഒന്ന് കാണാനും ഉള്ള കൃപയ്ക്കായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ കാനഡയിലാണ്. കർത്താവെ, എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു തവണ പ്രാർത്ഥിച്ച വിഷയങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മളത് തന്നതിനായി നന്ദി എന്ന് പറഞ്ഞോണം. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ മകൻ കണക്ട് ആയ നന്ദി പറയുന്നു. ആ ബ്ലോക്കുകളൊക്കെ മാറട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞങ്ങള് പറഞ്ഞോട്ടെ ബ്രദറെ. പറഞ്ഞു. എന്റെ ഭർത്താവ് മാത്രം വീട്ടിൽ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞങ്ങള് 4 പേരാണ് വീട്ടിലുള്ളത്, മോനും മോളും ഞാനും. പക്ഷെ ആള് ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കാണ്. ഞാൻ മാത്രം ഒറ്റപ്പെട്ടു, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് എനിക്ക് വരാൻ തോന്നുന്നില്ല. ആഴ്ചയിലാണ് വീട്ടിലേക്ക് വരാറ്. അങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് ആള് നടക്കുന്നത്. അപ്പൊ ആൾക്ക് വേണ്ടി നന്നായി ഒന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തെ വിശ്വസിക്കാൻ. എപ്പോഴും എതിരാണ് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ ഭയങ്കര ദുഃഖമാണ് മനസ്സിൽ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവ് ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ കർത്താവിലേക്ക് വരുവാൻ ഇടയാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു മിനിറ്റ് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും സംസാരിക്കാനുള്ളവർ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുക. ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് പ്രാർത്ഥന കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ നിന്ന് മാറാമെന്നാണ്, നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാനാണ്. ആരെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം പ്രാർത്ഥന അവസാനിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് പോകേണ്ടവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. അതിന് നിൽക്കേണ്ടവർ നിൽക്കാം. നമ്മൾ ഇന്ന് എന്തായാലും സാക്ഷ്യങ്ങളൊന്നും കേൾക്കുന്നില്ല. പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അർജൻറ്റായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുക. നമുക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം, വാട്സാപ്പിലേക്ക് നിങ്ങൾ അയക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പം ലൈവ്